മറ്റു ചില വാർത്തകളിലേക്ക് കൂടി. കെ മുരളീധരൻ ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം ഇടപെട്ടില്ലെന്ന് വയനാട്ടിൽ നടക്കുന്ന KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ വിമർശനം. അടിസ്ഥാന സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പ് അജണ്ടകളിലേക്ക് കടക്കാനാകില്ലെന്നും ഒരു വിഭാഗം നിലപാടെടുത്തു. ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോകുന്ന കാലത്ത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന രീതിയിലാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പെരുമാറുന്നതെന്നും ശക്തമായ വിമർശനമുയർന്നു. UDF-ന് വോട്ട് കുറഞ്ഞെന്നും ബൂത്തിൽ നിൽക്കാൻ പോലും പലയിടത്തും ആളുണ്ടായില്ലെന്നും വിമർശിച്ച് ശശി തരൂർ തുടങ്ങിവെച്ച ചർച്ച നേതൃത്വത്തിലെ ഭിന്നതകളിൽ തന്നെ ഒതുങ്ങി. കോൺഗ്രസിന്റെ 77 സീറ്റുകളിൽ വോട്ട് കുറഞ്ഞുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം കണ്ട് അമിത പ്രതീക്ഷ വെക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അനാവശ്യ ചർച്ചകൾക്ക് നിയന്ത്രണം വേണമെന്ന് നിർദ്ദേശിച്ചു തുടങ്ങിയ യോഗം 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഭിന്നതകൾ പ്രകടമായി. പ്രധാന അജണ്ടകളും ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രാഥമിക ചർച്ചകളും അതിൽ തടസ്സപ്പെട്ടു. കെ മുരളീധരനെ തീർത്തും അവഗണിക്കുന്ന നിലപാടും വിമർശിക്കപ്പെട്ടു. ഒറ്റയ്ക്ക് നീങ്ങുന്ന അദ്ദേഹം ആവശ്യമെങ്കിൽ വരട്ടെ എന്നാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്. ചൊവ്വയിലും ചന്ദ്രനിലും മനുഷ്യർ പോകുന്ന കാലത്ത് കോൺഗ്രസ് കൂടോത്രത്തിന് പിന്നാലെയാണ് പോകുന്നതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ വിമർശിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പെരുമാറ്റം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന വിധത്തിലായത് നാണക്കേടുണ്ടാക്കിയെന്നും ചില പ്രതിനിധികൾ പറഞ്ഞു. കോഴിക്കോട് നടന്ന ചിന്തൻ ശിബിരം, ബത്തേരിയിൽ കഴിഞ്ഞ തവണ നടന്ന കോൺക്ലേവ് എന്നിവയിലെ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതിലും വിമർശനമുണ്ടായി. KPCC മീറ്റിംഗുകൾ വഴിപാട് മാത്രമായി മാറിയെന്നും KC വേണുഗോപാൽ അനുകൂലികൾ മാത്രമാണ് സംഘടനാ കാര്യങ്ങൾ അറിയുന്നതെന്നും അഭിപ്രായമുയർന്നു. യോഗത്തിന് ശേഷം നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ മുരളീധരൻ വിഷയമുയർന്നപ്പോൾ ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ടെന്നായിരുന്നു പൊതുവിലുള്ള തീരുമാനം. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗം M ലിജു എന്നിവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം അവതരിപ്പിച്ചു. യോഗം ഇന്ന് സമാപിക്കും. കൈരളി ന്യൂസ്, വയനാട്.